നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ ഒന്ന് വിരൽ അനക്കാൻ പോലും മടിക്കുന്ന കേരള പോലീസ് അല്ലെങ്കിൽ പിണറായി പോലീസ് മേയർക്കെതിരെയുള്ള പരാതിയിൽ എടുത്തിരിക്കുന്ന കേസുകളോ? പിന്നെ ഇതൊക്കെ നടക്കുകയുള്ളൂ എന്നുള്ളത് ഇവിടെയുള്ള കൊച്ചുകുട്ടികൾക്ക് പോലും വളരെ വ്യക്തമായ കാര്യമാണ്. KSRTC ഡ്രൈവറുമായി ഉണ്ടായ വാക്കേറ്റത്തിന് പിന്നാലെ മേയർ ആര്യ രാജേന്ദ്രനെതിരെ നടക്കുന്ന സൈബർ അധിക്ഷേപത്തിൽ കേസെടുത്ത് പോലീസ്. 2 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വാട്സാപ്പിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും തന്നെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്നാണ് മേയറുടെ പരാതി. ആര്യയും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ കുറുകെയിട്ട് KSRTC ബസ് തടഞ്ഞതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരികയും വിവാദമാവുകയും ചെയ്തിരുന്നു. ഓവർടേക്ക് ചെയ്യുന്നതിനിടെ കാറിന് നേർക്ക് ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന മേയറുടെ പരാതിയിൽ KSRTC ഡ്രൈവർ യദുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ആര്യക്കെതിരെ സൈബർ ആക്രമണം തുടങ്ങിയത്. അതേസമയം ഡ്രൈവർ യദു നൽകിയ പരാതി പോലീസ് പുനഃപരിശോധിക്കുകയാണ്. ഡ്രൈവറെ പോലീസിൽ ഏൽപ്പിച്ച മേയറുടെ നടപടി നിയമപരമാണോ എന്ന് പരിശോധിക്കും. കന്റോൺമെന്റ് ACPയോട് തിരുവനന്തപുരം DCP റിപ്പോർട്ട് തേടി. തർക്കത്തിന് പിന്നാലെ തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്നും ഇത് തടയണമെന്നുള്ള മേയറുടെ പരാതിയിൽ 2 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മേയറും ഒരു സുഹൃത്തുമായുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്ത് പലരും അശ്ലീലം എഴുതിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പോലീസ് കേസെടുത്തത്. ഇത്തരം പോസ്റ്റുകൾ ഇട്ടവർക്കെല്ലാം എതിരെ പോലീസ് കേസെടുത്തേക്കും. വിശദ പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. KSRTC ഡ്രൈവർ യദു കമ്മീഷണർക്ക് നൽകിയ പരാതിയും പോലീസ് അന്വേഷിക്കും. എന്നാൽ FIR ഇടില്ല. കന്റോൺമെന്റ് പോലീസിനാണ് അന്വേഷണ ചുമതല. യദു കോടതിയിൽ പോയാൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് ഇത്. അതിനിടെ സംഭവത്തിൽ നിർണായക തെളിവായി മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബസ്സിലെ CCTVയുടെ മെമ്മറി കാർഡ് കാണാതായതിൽ പോലീസ് കേസെടുത്തു. KSRTCയുടെ പരാതിയിൽ തമ്പാനൂർ പോലീസാണ് കേസെടുത്തത്. അങ്ങനെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കേസുകളുടെ പ്രളയമാണ്. വിവാദങ്ങൾ ഒഴിവാക്കാനാണ് എല്ലാ വിഷയത്തിലും ഇടപെടാൻ നടത്തുന്നത്. അതിൽ നടപടികൾ ഉണ്ടാകുമോ എന്നത് ആർക്കും അറിയില്ല. മേയറും കുടുംബവും സഞ്ചരിച്ച വാഹനം KSRTC ബസ്സിന് കുറുകെയിട്ട് തടഞ്ഞതിന്റെയും ബസ് ഡ്രൈവറോട് തർക്കിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവം വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് മേയർക്കെതിരെ സൈബർ ആക്രമണം ആരംഭിച്ചത് എന്നാണ് ആരോപണം. ബസ് ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചു, ബസ് ഇടിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ KSRTC ഡ്രൈവർ യദുവിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ ബസ് തടഞ്ഞെന്ന ഡ്രൈവറുടെ പരാതിയിൽ മേയർക്കെതിരെ കേസെടുക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ യദു കേസ് കൊടുക്കുമെന്ന് ഉറപ്പാണ്. ബസ്സിലെ ക്യാമറയിലെ മെമ്മറി കാർഡ് നഷ്ടമായത് ഏവരെയും ഞെട്ടിച്ചിട്ടുണ്ട്. ഇതിൽ മോഷണം നടന്നുവെന്നാണ് KSRTC പറയുന്നത്. ഇതോടെ യദുവിന്റെ പരാതിക്ക് മാത്രമേ തെളിവുള്ളൂ എന്ന അവസ്ഥ വന്നു. മേയറുടേതെല്ലാം ആരോപണമൊഴിയും. ബസ്സിലെ ക്യാമറകൾ പരിശോധിക്കാൻ ആദ്യം വിമുഖത കാണിച്ചിരുന്ന പോലീസ് ബുധനാഴ്ച രാവിലെയാണ് ബസ് പരിശോധിക്കാൻ എത്തിയത്. പരിശോധനയിൽ ക്യാമറയുടെ DVR ലഭിച്ചു. എന്നാൽ DVRൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല. മെമ്മറി കാർഡ് നേരത്തെ ഉണ്ടായിരുന്നോ എന്നും ആരെങ്കിലും മാറ്റിയതാണോ എന്നും വ്യക്തമല്ലെന്നാണ് പോലീസ് പറയുന്നത്.